2021 മെയ് 11 കുണ്ടറ കേരളപുരം ഇടവട്ടത്ത് വീട്. മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരനായിരുന്നു അജി എന്ന എഡ്വേർഡ്. ഭാര്യ വർഷയ്ക്ക് വിവാഹേതര ബന്ധമുണ്ടെന്ന് അയാൾ സംശയിച്ചു. സംശയം മൂത്ത് ഒടുവിൽ അയാൾ ഒരു കൊലയാളിയായി മാറി. ഉടമയറിയാതെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എഡ്വേർഡ് മരുന്ന് മോഷ്ടിച്ചു. അനസ്തേഷ്യയ്ക്ക് മുൻപ് മസിൽ റിലാക്സേഷന് നൽകുന്ന മരുന്ന്. ആ മരുന്ന് കുത്തിവെച്ചാൽ 10 മിനിറ്റിലധികം ജീവൻ നിലനിൽക്കില്ല. ഭാര്യയുടെയും 2 വയസ്സുകാരൻ അലൻ, 3 മാസം മാത്രം പ്രായമുണ്ടായിരുന്ന ആരവ് എന്നിവരുടെയും ശരീരത്തിലേക്ക് സിറിഞ്ച് കുത്തിയിറക്കി എഡ്വേർഡ് എന്ന കൊടും പാതകി. പോലീസ് എത്തുമ്പോൾ എഡ്വേർഡ് അബോധാവസ്ഥയിൽ മുറിയിൽ കിടക്കുന്നു. പക്ഷേ ആശുപത്രിയിലെത്തി പരിശോധനകൾ നടത്തിയപ്പോൾ അത് അയാളുടെ കപട നാടകമായിരുന്നെന്ന് മനസ്സിലായി. മറ്റു 3 പേരുടെയും മരണം ഉറപ്പിക്കുകയായിരുന്നു അയാൾ. സംശയരോഗമാണ് തന്നെ കൊലയാളിയാക്കിയതെന്ന് എഡ്വേർഡ് പോലീസിനോട് പറഞ്ഞു. 5 വയസ്സുകാരിയായ മകൾക്ക് മരുന്ന് കുത്തിവെച്ചിരുന്നില്ല. അവൾ സ്വയം ജീവിച്ചുകൊള്ളും, അതുകൊണ്ടാണ് കൊല്ലാതിരുന്നതെന്നാണ് അയാൾ നൽകിയ മൊഴി. 3 കൊലപാതകങ്ങളും നേരിൽ കണ്ട മകളുടെ മൊഴിയും കേസിൽ നിർണായകമായി. 3 കൊലപാതകങ്ങൾക്കുമുള്ള ശിക്ഷയായി കോടതി വിധിച്ചത് 3 ജീവപര്യന്ത വീതം. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി. കൂടാതെ 3 കേസിലും 2 ലക്ഷം വീതം ആകെ 6 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. 28 തൊണ്ടിമുതലുകളും 58 സാക്ഷികളും 89 രേഖകളും കേസിൽ നിർണായകമായി. ക്രൂരതയ്ക്ക് വധശിക്ഷ പ്രതീക്ഷിച്ചിരുന്നെന്ന് കൊല്ലപ്പെട്ട വർഷയുടെ മാതാവ് പറഞ്ഞു. തൂക്കുകയറ് കിട്ടുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷെ കിട്ടാത്തൊരു സങ്കടമുണ്ട്, എങ്കിലും സന്തോഷമുണ്ട്. ഇതിൽ തൃപ്തയാണ്, എങ്കിലും ഇവന് തൂക്ക് കിട്ടുമെന്നായിരുന്നു എൻ്റെ വിചാരം. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് ഷറഫുന്നീസ ഹാജരായ കേസിൽ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് എസ് സുഭാഷാണ് ശിക്ഷ വിധിച്ചത്. 3 മർഡറായിരുന്നു. അപ്പോൾ 3 സെപ്പറേറ്റ് ആണ് കോടതി എഴുതിയിരിക്കുന്നത്. 3 ലൈഫ് ഇംപ്രിസൺമെൻറ്റ്, 3 ലൈഫ് ഇംപ്രിസൺമെൻറ്റും 3 പേർക്കും സെപ്പറേറ്റ് 2 lakhs rupees വെച്ച് ഫൈനൽ. അപ്പോൾ ആ 2 ലക്ഷം രൂപ അടച്ചില്ലെന്നുണ്ടെങ്കിൽ 1 വർഷം റിവേഴ്സ് ഇംപ്രിസൺമെൻറ്റും കൂടെ. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.